ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ക്ലിയർ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്ന് നമ്മുടെ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ഉണ്ടല്ലോ, തക്കാളി അരച്ച് മിക്സിയിലിട്ട് പേസ്റ്റാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. പകുതി തക്കാളിയാണ് എടുത്തത്. ഒരു തക്കാളിയുടെ പകുതി തക്കാളി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിലോട്ട് ഇനി എന്താ ചെയ്യുന്നത്, നമ്മൾ തക്കാളിയും അതിൻ്റെ കൂടെ ഇടുന്ന സംഭവം എന്താണെന്ന് കാണാം. കടലമാവ് എടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോ എടുക്കുന്നത് പാഴാകുമെന്നും എനിക്കറിയത്തില്ല. കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കടലമാവ് മൊത്തത്തിൽ ഇടുന്നുണ്ട്. കാരണം എന്തെന്നറിയാമോ എനിക്ക് എൻ്റെ ഫേസിൽ മാത്രമല്ല കേട്ടോ, എൻ്റെ കയ്യിലും കാലിലും ഒക്കെ ഇടാൻ കണക്കിനാണ് ഞാൻ എപ്പോഴും കൂട്ടുകൾ തയ്യാറാക്കുന്നത്. എപ്പോഴും നമ്മളെ വീഡിയോയിൽ പറയാറുണ്ട്, നമ്മൾ വെയിലത്ത് പണിയെടുക്കുന്ന നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിനും കാലിനും കൂടെ ഞാൻ എപ്പോഴും എൻ്റെ ഇവിടെ നിന്ന് ഇത്രയും ഒരു കളറ്, ഇവിടെ ഒരു കളറ്, ഇവിടെ നിന്ന് ഇത്രയും ഒരു കളറാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ പാദവും ഇതിൽ നമ്മുടെ ബോഡിയേക്കാൾ നമുക്ക് കളറ് കുറവാണ്. കാരണം ഒന്നാമത് ടൂ വീലർ ഓട്ടിക്കുന്നത്, രണ്ടാമത് വെയിലത്ത് പണിയെടുക്കുന്നത്. അപ്പം ഞാനിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല വയ്യായികയുണ്ട് എനിക്ക് കേട്ടോ, നല്ല വയ്യായികയുണ്ട്. എന്നാലും ഞാനിത് ചെയ്യാതിരിക്കുന്നില്ല. നമ്മൾ ഒരു ദിവസം മടിച്ചാൽ പിന്നെ നമുക്ക് എന്നും മടിയായിരിക്കും. ഇന്നലെ ഇടേണ്ടായിരുന്നു, ഇന്നലെ ഇട്ടില്ല കേട്ടോ. ഇന്നലെ വയ്യാത്തത് എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതിപ്പം നമുക്ക് കറക്റ്റ് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കറക്റ്റ് ഒരു പരുവായിട്ടുണ്ട്. പക്ഷെ ഞാനൊരു സംഭവം കൂടെ ഇതിൽ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്നുക്കൊന്ന് മിക്സായ സംഭവമാണേ. അതിലോട്ട് ഞാൻ ഇച്ചിരി പാലും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്തിരി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുന്നുണ്ടോ, വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഇച്ചിരി കടലമാവ് കൂടെ എടുത്തിട്ട് അതിനെ സെറ്റാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. നമ്മൾ ഈ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് നിന്നാലേ നമുക്ക് കഴുത്തിലും കയ്യിലൊന്നും പാക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇത് കുഴച്ച് ഒന്ന് വെച്ചിട്ട് ഒന്ന് സെറ്റാവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ മുഖമൊക്കെ ഒന്ന് ഫേസൊക്കെ കഴുകി കയ്യും കാലും ഒക്കെ ഒന്ന് കഴുകി നമ്മുടെ ഈ ചുരിദാറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു പഴയ നൈറ്റിയൊക്കെ എടുത്തിട്ടുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം എന്തായാലും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുഖത്തിടാൻ പരുവത്തിനായിട്ടുണ്ട്. ഇച്ചിരി ലൂസായിട്ടിരിക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ മസാജ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്യണം. 2 ദിവസത്തേക്ക് മുന്നേ നമ്മൾ തക്കാളി മഞ്ഞപ്പൊടിയും കൊണ്ടൊരു മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി നമ്മുടെ വീഡിയോ കാണുക. നമുക്കിതിലോട്ട് അടുത്തൊരു വീഡിയോയിൽ കൂടെ ഇത് പിൻ ചെയ്ത് വെക്കാനെന്ന് പറഞ്ഞൂടാ കേട്ടോ. ഷോർട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. മെയിൻ വീഡിയോയിലൊന്നും പിൻ ചെയ്ത് വെക്കാൻ അറിയില്ല. അപ്പോൾ എന്തായാലും ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി പോയി എല്ലാം ഇടാനുള്ള തയ്യാറെടുപ്പായിട്ട് വന്നതിന് ശേഷം കാണാം. അപ്പം ഞാൻ ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഫേസെല്ലാം കഴുകി കമ്മലും മാലയൊക്കെ ഊരി മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി മുഖത്തോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പല വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ നോക്കി ചെയ്യണമെന്ന്. എൻ്റെ രീതി ഫോളോ ചെയ്യരുത്. നമ്മൾ ചിലപ്പോൾ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മാറിപ്പോവും മസാജ് ചെയ്യുന്നതേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴ്ന്ന് മുകളിലോട്ടാണ് ചെയ്യാൻ പറയണത് കേട്ടോ. പല ഡോക്ടർമാരും പറയാറുണ്ട് താഴ്ന്ന് മുകളിലോട്ട് ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു ഇതിലുണ്ടല്ലോ, നമ്മളെ കൈയൊക്കെ ചിലപ്പോൾ മാറിപ്പോവും. കൈയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതുകൊണ്ട് നമ്മളെ മസാജ് രീതി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ രീതിയിൽ ചെയ്യണം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ മസാജ് ചെയ്യുന്നില്ല. ഈ പാക്ക് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മസാജൊക്കെ 2 ദിവസം മുന്നേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും മുഖത്ത് മസാജ് ഞാൻ ജസ്റ്റ് ഒന്നിതിനിങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല കേട്ടോ. നമ്മുടെ വീഡിയോ ഒന്നും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാറില്ല. നമുക്കൊരു ഫോണേ ഉള്ളതുകൊണ്ട്
നമ്മൾ വീഡിയോ ഒന്നും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാറില്ല. ഈ പാക്ക് ഞാൻ നേരത്തെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും പറയുന്നത് പോലെ കടലമാവ് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഡ്രൈ ആവുന്നൊരു സംഭവമാണ്. നിങ്ങളിതിട്ട് കഴിഞ്ഞാൽ മിണ്ടരുത്, സംസാരിക്കരുത്. ഒരു 15 മിനിറ്റ് നിങ്ങൾ ആരോടും മിണ്ടണ്ട. ഡോർ അടച്ച് മിണ്ടാതെ ഇരിക്കുക കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കളോടും വലുതായിട്ട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. മക്കൾ അമ്മ അതെന്തോന്നാണ് മുഖത്തിട്ടേക്കുന്നത്, ഇതെന്തോന്നാ മുഖത്തിട്ടേക്കണേന്നൊക്കെ മക്കൾ ചോദിക്കും. അപ്പം നിങ്ങൾ കഴിവത് സംസാരിക്കരുത് കേട്ടോ. സംസാരിച്ചാൽ നമ്മുടെ സ്കിന്ന് പറ്റും. പ്രത്യേകിച്ച് കടലമാവ് നല്ലൊരു സുഖമുണ്ട് കേട്ടോ. പാലായാലും തക്കാളി ആയാലും എല്ലാം ഞാനിതൊക്കെ ഇട്ടതിന് ശേഷം എൻ്റെ മുഖത്ത് നല്ല മാറ്റമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വെയിലത്ത് പണിയെടുക്കുന്ന നമുക്കിത് അത്യാവശ്യമാണ്. സ്കിന്ന് കഴുത്ത് വലിയുന്നതിന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു കേട്ടോ. തൈറോയ്ഡല്ലല്ലോ, കൊളസ്ട്രോൾ കൂടുതലാണ്. ഇപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു സംശയം അവർ പറയുന്നുണ്ട്, ചിലപ്പം അതിൻ്റെ പ്രശ്നമാണോ എന്തോ കഴുത്ത് വലിയണേന്ന് അവരും പറഞ്ഞു. അവർക്ക് ഉറപ്പില്ല. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ എൻ്റെ കഴുത്ത് വലിയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു ചിലപ്പം കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടായിരിക്കുമെന്ന്. അപ്പം ആർക്കെങ്കിലും അറിയാവുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ കേട്ടോ. കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ കഴുത്ത് വലിയൊന്നോ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ മൊത്തത്തിൽ എൻ്റെ കയ്യിലും കാലിലും ഒക്കെ ഒന്ന് ഇട്ടിട്ട് വരാം കേട്ടോ. കയ്യിലും കാലിലൊക്കെ ഇട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം. മാക്സിമം നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനാണ് നമ്മുടെ വീഡിയോ. എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും ചിലപ്പം 10 മിനിറ്റ് 12 മിനിറ്റൊക്കെ ആയിപ്പോവും ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എനിക്കിനി കയ്യിലൊക്കെ ഇടണം കേട്ടോ. അതൊക്കെ ഞാൻ ബാത്റൂമിൽ ചെന്നിട്ടിടാം. നമ്മളിവിടെ നിന്ന് ഇട്ടാലുണ്ടോ തറയൊക്കെ ചീത്തയാവും. അപ്പം ഞാൻ ബാത്റൂമിൽ ചെന്നിട്ട് എൻ്റെ കയ്യിലും കഴുത്തിലും ബാക്കി വരുന്നത് ബോഡിയിലും കൂടെയൊക്കെ ഇടാം കേട്ടോ. അപ്പം ഇത് എന്തായാലും ഫേസ് ഉണങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളെ വന്ന് കാണിക്കാം. ഫേസ് ഉണങ്ങിയതിന് ശേഷം നിങ്ങളടുത്ത് വന്ന് കാണിക്കാം. ഓക്കെ, ഇട്ടിട്ട് 15 മിനിറ്റായി കേട്ടോ. ഞാൻ അതെ കഴുത്തൊക്കെ കഴുത്തും കൈയൊക്കെ കഴുകിയിട്ട് വന്ന് മുഖം നിങ്ങളെ കാണിച്ചിട്ട് തുടയ്ക്കാൻ വിചാരിച്ച്. ഇത് കണ്ടോ കർച്ചീപ്പ് ഞാൻ നമ്മൾ മഞ്ഞ തുടച്ചിട്ട് വെള്ള കർച്ചീപ്പായിരുന്നു, മഞ്ഞ തുടച്ചത് മഞ്ഞ തുണിയായി. നിങ്ങളെ മുന്നിൽ വെച്ച് നിന്ന് തുടയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫേസൊക്കെ കൈയും കഴുത്തുമൊക്കെ കഴുകിയിട്ട്. നമ്മൾ ഇട്ടാൽ മാത്രം പോരല്ലോ, നമ്മളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന നിങ്ങൾക്കും കൂടെ കാണണ്ടേ. നമ്മൾ ഇടണതിന് മുമ്പേ ഉള്ള മാറ്റവും ഇട്ടതിന് ശേഷമുള്ള മാറ്റവും കൂടെ കാണണ്ടേ. ചേച്ചിക്ക് നല്ല വയ്യായികയുണ്ട് കേട്ടോ, ജലദോഷവും ബോഡി പെയിനൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിതിലൊന്നും മുടക്കം വരുത്തില്ലെന്നല്ല. മുടക്കം വരുത്തിയ പിന്നെ നമ്മൾ മടിക്കുമെന്നേ. ഒരു ദിവസം നമ്മൾ മുടക്കം വരുത്തിയ പിന്നെ നമുക്ക് പിറ്റേ ദിവസവും മടിയായിരിക്കും. വെട്ടം ഉണ്ടാകും. ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മൈക്ക് സംഭവമൊക്കെ വേണം. ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് കഥ പറയുന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് ചൂടുമുണ്ട്. ഡോറൊക്കെ പുറത്തെ ശബ്ദമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഡോറൊക്കെ അടച്ചിട്ട് ജനാലയൊക്കെ അടച്ചിട്ടിട്ട് റൂമിനകത്ത് നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് കഥ പറയുന്ന. അതിൻ്റേതായ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ഫാൻ ഇട്ടാൽ കറ സൗണ്ടിൽ കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ജനാലയും തുറന്നിട്ടാൽ പുറത്തെ ശബ്ദം കൊണ്ട് പറയുന്നതും കേൾക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചെയ്യുന്ന സംഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ടൊമാറ്റോ പേസ്റ്റ് കൊണ്ട് തക്കാളി പേസ്റ്റ് കൊണ്ട് ഞാനൊരു ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലിനിയിപ്പം കടലമാവാണോ വേറെ എന്തെങ്കിലും ആണോ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. തക്കാളി കൊണ്ട് നമുക്ക് തക്കാളിയല്ല കടലമാവായാലും പാലായാലും നമുക്ക് പല ഇതിലും ചേർക്കാം കേട്ടോ. പല ഇതിൽ കടലമാവിൽ തൈര് ചേർക്കാം, തക്കാളിയും തൈരും മഞ്ഞപ്പൊടിയും കൊണ്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും തക്കാളി പേസ്റ്റ് കൊണ്ടിട്ട് നമ്മളൊരിത് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ എന്ത് സംഭവമാണ് ചേർത്തിട്ടുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ.
കടലമാവിൻ്റെയും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ മാറി മാറി ഓരോ ഐറ്റങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നുണ്ട്. ഇനിയും അടുത്തൊരു ടിപ്പുമായിട്ട് വരാം. പറ്റുമൊക്കെ അടുത്ത ടിപ്പ് ഹെയർ കറുപ്പിക്കുന്ന ഒരു ഡൈ ആയിട്ട് വരാം. ഹെയർ ഡൈ ചെയ്തിട്ട് ഒരാഴ്ച കൂടുതലായി. ഇന്നലെ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് ഷാമ്പൊക്കെ ഇട്ട് കുളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഹെയറിൻ്റെ ഒരു ഇത് ചെയ്യണം. എന്തായാലും 2 ദിവസത്തിനകം വെച്ച് അത് ചെയ്യണം. അത് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ഉറപ്പൊന്നും പറയുന്നില്ല കേട്ടോ, ഉറപ്പൊന്നും പറയുന്നില്ല. അപ്പം നമ്മുടെ മുഖമൊക്കെ ഞാൻ അത്യാവശ്യം തുടച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണം. എന്തായാലും എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. കൈയൊക്കെ ഞാൻ കഴുകിയിട്ട് വന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. ഇതുപോലെ നല്ല നിങ്ങൾക്ക് ഉപയോഗമുള്ള സംഭവങ്ങളുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും നല്ല ഉപയോഗമുണ്ട് കേട്ടോ. ഞാൻ പിന്നീട് നിങ്ങളെ മുന്നിൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഫേസിൽ മാത്രം ചെയ്യുന്നതല്ല. ഞാൻ അത് എൻ്റെ കയ്യിലും കാലിലും ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളൊരിത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും സമയം വേസ്റ്റാണ്. നമ്മളിത് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് അരമണിക്കൂർ പോക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അരമണിക്കൂർ നമ്മളിതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രയോജനം ഞാൻ എൻ്റെ ബോഡിയിലും ഇട്ട് ഞാൻ ഇപ്പോൾ പുറമൊക്കെ കഴുകിയിട്ട് വന്ന് ഫേസ് നിങ്ങൾ കാണിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.